എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും 5 കിലോമീറ്റർ മാത്രം അകലെയായി തേവക്കലിൽ ബസ് സ്റ്റോപ്പിൽ നിന്നും 600 മീറ്റർ മാത്രം ദൂരത്തായി നല്ലൊരു വില്ലാ പ്രൊജക്റ്റിൽ സ്ഥിതി ചെയ്യുന്ന ഫുൾ ഫർണിഷ്ഡോടുകൂടി വരുന്ന മനോഹരമായ ഒരു വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് 2018-ലെയും 19-ലെയും പ്രളയം ബാധിക്കാത്തൊരു ഏരിയയിലാണ് നിൽക്കുന്നത്. വീട് കാണുന്ന പോലെ നല്ലൊരു കൊളോണിയൽ സ്റ്റൈലിലാണ് എലിവേഷൻ. ഫ്രണ്ടിലായി ഗ്ലാഡിംഗ് സ്റ്റോണുകളും LED ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 5 കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് 7 കിലോമീറ്ററും മെഡിക്കൽ കോളേജിലേക്ക് 2.5 കിലോമീറ്ററും ദൂരത്തായാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. അത്യാവശ്യം നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലത്ത് തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അത്യാവശ്യം നല്ല നല്ല വീടുകളെല്ലാം സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയ കൂടിയാണ്. വീടിൻ്റെ ഫ്രണ്ടിലായി റോഡ് കാണാം. 4.5 മീറ്ററോളം വീതി വരുന്ന റോഡ് തന്നെയാണ്. അത് ഇൻ്റർലോക്ക് ചെയ്യാനുണ്ട്. വാട്ടർ സോഴ്സിനായിട്ട് ഈ കാണുന്ന കോമൺ കിണറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ 3 വില്ലകൾ കൂടി ആ ഒരു കിണറാണ് ഉപയോഗപ്പെടുത്തുക. ഇനി നമുക്ക് നേരെ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. നേരെ കയറി വരുന്നത് വിശാലമായ ഒരു കവേർഡോട് കൂടി വരുന്ന ഒരു കാർ പോർച്ച് ഏരിയയിലേക്കാണ്. ഈ ഒരു ഭാഗത്തായി നാച്ചുറൽ ഗാർഡൻ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫുൾ കവേർഡോടുകൂടി ഫുള്ളായി ചെയ്യുന്ന രീതിയിലാണ് ഫ്രണ്ട് മുറ്റം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2-3 വണ്ടി പാർക്ക് ചെയ്യാം. അതും ഫുൾ കവേർഡോടുകൂടി വരുന്ന സ്പേസിൽ തന്നെ. ഇവിടെയെല്ലാം ഗാർഡൻ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് കൊടുത്താണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഫ്രണ്ട് ഡോറ് വരുന്നത് കിഴക്ക് ഡയറക്ഷനിലാണ്. ചെറിയൊരു സിറ്റ് ഔട്ട് ഈ ഒരു ഭാഗത്തായി നമുക്ക് കാണാൻ കഴിയും. ഇവിടെയെല്ലാം മനോഹരമായ സീലിംഗ് വർക്കുകളും BLDC ഫാൻ എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആഞ്ഞിലിയും മഹാഗണിയുമാണ് മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത്. 2 സൈഡിലേക്കും തുറക്കാവുന്ന ഡോറ് തുറന്ന് നേരെ കയറി വരുന്നത് വിശാലമായ ഒരു ലിവിംഗ് ഹാളിലേക്കാണ്. നല്ലൊരു കോർണർ സെറ്റ് എല്ലാം ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. കൂടാതെ 2 ഭിത്തിയിലും വലിയ വിൻഡോകൾ കാണാം. അത് കർട്ടനെല്ലാം ഇട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. മുകളിലായി BLDC സീലിംഗ് ഫാനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് സ്ലൈഡിങ്ങിൽ തുറക്കാവുന്ന UPVC ഡോറാണ്. ടഫ് ആൻഡ് ഗ്ലാസ് തന്നെയാണ്. ചെറിയൊരു കോർട്ട്യാർഡ് സ്പേസ് ആണ് ഇവിടെ കാണാൻ കഴിയുക. ഇനി ഹോളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായി നല്ലൊരു TV യൂണിറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. മനോഹരമായി തന്നെയാണ് അതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ചെറിയൊരു ടീപ്പോയും നമുക്ക് കാണാൻ കഴിയും. അത്യാവശ്യം ഭംഗിയുള്ള ഒരു വീട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫ്ലോറിങ്ങിനായി മാറ്റ് ഫിനിഷിങ്ങിൽ വരുന്ന ഗ്രേ വെട്രിഫൈഡ് ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ ഡൈനിങ് ഹാളിലേക്ക് വരാം. അത്യാവശ്യം വിശാലമായ ഒരു ഡൈനിങ് ഹാൾ തന്നെ ഇവിടെ കാണാൻ കഴിയും. 6 സീറ്ററോടുകൂടി വരുന്ന ഒരു ടേബിൾ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് 8 സീറ്ററായിട്ട് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. നല്ല മനോഹരമായ ഒരു മോഡേൺ സ്റ്റൈലിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ഡൈനിങ് ടേബിളും ചെയറുമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി കിച്ചൺ കാണാം. നല്ലൊരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൻ്റെ നിർമ്മാണം. ഇലക്ട്രിസിറ്റിക്കായി ഈ വീടിന് 3 ഫേസ് കണക്ഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഒരു കോർണറിലായി DB ബോക്സും നമുക്ക് കാണാൻ കഴിയും. ഇനി നമുക്ക് കിച്ചൻ്റെ ഭാഗത്തേക്ക് വരാം. ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എല്ലാം കൊടുത്തിട്ടുണ്ട്. കിച്ചണിൽ അടപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്കോട്ട് തന്നെയാണ്. നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലുള്ള കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ആ കോർണറിലായി ഫ്രിഡ്ജ് വയ്ക്കാവുന്ന ഒരു പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് താഴെയായാണ് കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. കിച്ചൺ കൂടാതെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു വർക്ക് ഏരിയ സ്പേസ് ലഭിക്കുന്നുണ്ട്. അത് ഫുൾ കവേർഡോടുകൂടി തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് വരാം. ഗ്രൗണ്ട് ഫ്ലോറിലായി ഒരു ബെഡ്റൂമാണ് വരുന്നത്. അതും കോട്ടും ബെഡെല്ലാം കൊടുത്ത് നല്ല രീതിയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള 2 വിൻഡോകൾ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഏരിയയാണ് ഈ ഒരു കോർണറിലായി ചെയ്തിരിക്കുന്നത്. കൂടാതെ കർട്ടൻ വർക്കുകളെല്ലാം ഫുള്ള് ഏരിയയിലും കൊടുത്തിട്ടുണ്ട്. നല്ല മനോഹരമായ ഒരു കോട്ടും ബെഡും നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു ഭാഗത്തായി കബോർഡ് വർക്കും കാണാം. ഇതിനൊരു ചെറിയൊരു കോർട്ട്യാർഡ് സ്പേസ് ഈ ബെഡ്റൂമിന് അഡീഷണൽ ആയിട്ട് ലഭിക്കുന്നുണ്ട്. ജാഗോറിൻ്റെ ബാത്റൂം ഫിറ്റിംഗ്സും സാനിറ്ററീസുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കൺസീൽഡോടുകൂടി വരുന്ന ഫ്ലഷ് ടാങ്കും ക്ലോസറ്റും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹോളിലേക്ക് തിരിച്ചു വരാം. നല്ല മനോഹരമായ ഒരു ടേബിൾ ടോപ്പോടുകൂടി വരുന്ന വാഷ് കൗണ്ടറാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി സ്റ്റെപ്പ് കയറി മുകളിലെ നിലയിലേക്ക് പോകുന്നതിന് മുമ്പ് സ്റ്റെയർ കാണാം. സ്റ്റെയർ വുഡിലും ഇരുമ്പിലുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല മനോഹരമായ ഒരു മോഡേൺ സ്റ്റൈലിൽ വരുന്ന സ്റ്റെപ്പ് തന്നെയാണ്. നല്ലൊരു ഷാൻലിയർ ലൈറ്റ് എല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ ഭാഗത്ത് വരുന്ന വിൻഡോ തുറക്കാവുന്ന രീതിയിലുള്ള UPVC ഡോർ വിൻഡോ തന്നെയാണ്. മുകളിലെ നിലയിൽ 2 ബെഡ്റൂമും യൂട്ടിലിറ്റി ഏരിയയും ബാൽക്കണിയുമാണ് നമുക്ക് ലഭ്യമാവുക. ഇനി നേരെ മുകളിലെ നിലയിലെ ബെഡ്റൂമിലേക്ക് വരാം. ഈ ബെഡ്റൂമും അത്യാവശ്യം ഫർണിഷ്ഡ് എല്ലാം വരുന്ന രീതിയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത്യാവശ്യം മനോഹരമായ വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് ഈ വീടിനായി ലഭിക്കുക.
ഇതിനും കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. കൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട്. വലിപ്പമുള്ള വിശാലമായ ബാത്റൂം തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്ക് വരാം. അത് വരുന്നത് ഈ ഒരു ഭാഗത്തായാണ്. അത്യാവശ്യം ലക്ഷറിയായി ലഭിക്കുന്ന ബെഡ്റൂം തന്നെയാണ്. ഇതിന് അഡീഷണൽ ആയിട്ടൊരു ബാൽക്കണി ലഭിക്കുന്നുണ്ട്. കൂടാതെ കബോർഡ് വർക്കും അറ്റാച്ച്ഡ് ബാത്റൂമും കൂടാതെ ഈ മുറിയിൽ തന്നെ നല്ലൊരു TV യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം എന്ന് വിളിക്കാവുന്ന റൂം ഇത് തന്നെയാണ്. TV യൂണിറ്റ് വരുന്നത് ഈ ഒരു നേരെ കാണുന്ന ഭിത്തിയിലാണ്. ഡോർ കം വിൻഡോ എന്ന രീതിയിലുള്ളൊരു ബാൽക്കണി ഡോറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല പച്ചപ്പുള്ള നല്ലൊരു ഭംഗിയുള്ളൊരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോവേണ്ടത്. അതിനു മുന്നായി വീടിൻ്റെ മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. എറണാകുളം ജില്ലയുടെ പ്രഥമ കേന്ദ്രമായ തേവക്കലിൽ സ്ഥിതി ചെയ്യുന്ന 3,600 സെൻറ്റിൽ 1,600 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഫുൾ ഫർണിഷ്ഡോടുകൂടി വരുന്ന ഈ വീടിന് ചോദിക്കുന്ന റേറ്റ് 1,07,00,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി.